അങ്ങനെ സച്ചി വാങ്ങിയ താലിമാല രേവതിയുടെ കഴുത്തിൽ കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവും. അപ്പോൾ രവി പറയും, മോനെ ഇത് എന്തായാലും അടിപൊളിയായിടാ, നന്നായി എന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ ചന്ദ്ര പറയും, ഇതിൻ്റെ കാട്ടിക്കൂട്ടൽ കണ്ടു കഴിഞ്ഞാൽ ഇത് 5ഉം 10ഉം പവൻ്റെ മാലയെ തോന്നുമല്ലോ, അരപ്പവൻ തികച്ചുണ്ടോന്നാവോ എന്ന് പറയട്ടോ. അപ്പോൾ സച്ചി പറയും, അരപ്പവനാണെങ്കിലും 1 പവനാണെങ്കിലും എന്തായാലും ഇത് അരപ്പവനേക്കാളും മുകളിലുണ്ട്, എത്രയാണെന്ന് നിങ്ങൾ അറിയണ്ട എന്ന് പറയട്ടോ. അപ്പോൾ ചന്ദ്രയ്ക്ക് ആകെ ഇങ്ങനെ ദേഷ്യം വരും. അതിനുശേഷം രേവതിയോട് സച്ചി പറയും, ഇത് കഴുത്തിലിടുക പറയട്ടോ. ഇത് പെടാൻ പറ്റില്ല, ഇനി ഞാനൊരു പ്ലാൻ കണ്ടുവച്ചിട്ടുണ്ട്, അത് ഞാൻ വഴിയെ പറയാമെന്ന് പറഞ്ഞിട്ട് രേവതി കൊണ്ട് ഉള്ളിലേക്ക് കയറി പോവാണ്. അപ്പോൾ ആണെങ്കിൽ ചന്ദ്രമതി പിന്നാലെ ശ്രുതിയുടെ പിന്നാലെ പോയിട്ട് ശ്രുതിയോട് പറയും, അവൻ കണ്ടില്ലേ സ്വർണ്ണമാല വാങ്ങിയത്, അതിനെക്കാട്ടി 5ഉം 10ഉം പവൻ കൂടുതൽ നീ വാങ്ങണം, നിനക്ക് മാല വാങ്ങണമെങ്കിൽ നിൻ്റെ അച്ഛനോ ഇളയച്ചനോടോ പറഞ്ഞ് അയച്ചു തരില്ലേ, നീ എന്തായാലും വാങ്ങണം എന്നിങ്ങനെ പറയട്ടെ ശ്രുതിയോട്. അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ.